അമ്മയുടെ കണ്ണ് നനയരുത്. അമ്മയുടെ കണ്ണ് നനയരുത്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തുമാത്രം ഛർദ്ദിച്ചെന്നറിയാമോ? നമ്മുടെ അമ്മയുടെ ഉദരത്തിലേക്ക് വന്നതാണ്. അമ്മ വല്ലാതെ ഛർദ്ദിച്ച് തൊണ്ട മുറിഞ്ഞ് ചില അമ്മമാർ ചോര ഛർദ്ദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. പിന്നെ വയറ് വലുതായി വരികയാണ്. വയറ് വലുതാകുന്നതിനോടൊപ്പം നടുവേദന ആരംഭിക്കും, ദേഹം വേദന ആരംഭിക്കും, കണ്ണിന് താഴെ കറുക്കും, കഴുത്തെല്ലാം കറുക്കും. കാരണം കുഞ്ഞിനു വേണ്ടി ഒത്തിരി വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുകയാണ് പാവം അമ്മ കുഞ്ഞിന് വേണ്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുകയാണ്. അമ്മ ക്ഷീണിതയാവുകയാണ്. വയറ് വലുതായി വരുന്നു. പിന്നെ അമ്മയ്ക്ക് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ പാടാണ്. കയ്യിലെയും കാലിലെയും ഞരമ്പുകളെല്ലാം ഹാജർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരും. പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം എല്ലാ ഞരമ്പുകളും പുറത്തേക്ക് ഇറങ്ങി വരും. ഞരമ്പുകളൊക്കെ പിന്നീട് എന്ത് ചെയ്യാം? എണ്ണിയെടുക്കാം. വല്ലാത്ത ഒരു ക്ഷീണമാണ് പാവം പ്രഗ്നൻ്റ് ആയ എൻ്റെ അമ്മയ്ക്ക്. ഞാൻ ഉദരത്തിൽ കിടക്കുകയാണ്. എൻ്റെ അമ്മ വാടിയ ഒരു ചേമ്പില പോലെ, എൻ്റെ അമ്മ വാടിയ ഒരു വാഴയില പോലെ. വയറ് വലുതായി വരുംതോറും അമ്മയുടെ പ്രാരാബ്ദങ്ങൾ കൂടിക്കൂടി വരും. എന്നാൽ വീട്ടിലെ ജോലി കുറയുമോ? ഇല്ല. തുണി നനയ്ക്കണം, കറിക്കരിയണം, മീൻ വെട്ടണം, തറ തൂക്കണം, തറ തുടയ്ക്കണം. എല്ലാ ജോലികളും പാവം എൻ്റെ അമ്മ തന്നെ ചെയ്യുകയാണ്. ഉദരത്തിൽ ആരിയ്ക്കുന്നു? ഞാനിരിക്കുന്നു. വെള്ളത്തിൻ്റെ അടുത്തോട്ടൊക്കെ നടക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു പ്രാർത്ഥനയാണ്, ദൈവമേ ഞാൻ തെന്നി വീഴല്ലേ, എൻ്റെ കുഞ്ഞ് എന്നുള്ള വലിയൊരു വിചാരമാണ്. ഇടയ്ക്ക് അമ്മയുടെ വയറ്റിൽ കിടന്ന് ഞാൻ തിരിയുകയും മറിയുകയും ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത വേദനയാണ്. പാവം എൻ്റെ അമ്മ ആ ഭാഗത്ത് ഇങ്ങനെ തൊട്ടുപിടിക്കും. ഇങ്ങനെയാണ് എൻ്റെ അമ്മ. കുറച്ച് നാൾ കഴിയുമ്പോഴോ വയറൊക്കെ അങ്ങ് വലുതായി പുറത്തോട്ടിറങ്ങി കഴിയുമ്പം നാട്ടുകാരൊക്കെ പറയും, കല്യാണം അങ്ങോട്ട് കഴിച്ചതല്ല ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് പ്രഗ്നൻ്റ് ആയല്ലോ, എന്തോ ഇത്ര തിരക്ക്? ഇങ്ങനെയൊക്കെ ചോദിക്കും പ്രിയപ്പെട്ടവരെ. നീ കല്യാണം കഴിച്ച് പ്രഗ്നൻ്റ് ആയില്ലെങ്കിലോ എന്താ കുഴപ്പം? നാട്ടുകാർക്ക് മുഴുവൻ എന്താണ്? യങ്ങായിട്ടുള്ള കപ്പിൾസിൻ്റെ വിശേഷം അറിയണം. പെട്ടെന്ന് കുഞ്ഞായിക്കഴിഞ്ഞാൽ എന്താ ഇത്ര തിടുക്കം, മെല്ലെ പോരായിരുന്ന. അപ്പോൾ കുഞ്ഞായില്ലെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കൂല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ വിശേഷമൊന്നും ആവാത്തത് എന്ന് പറഞ്ഞ് നമ്മളെ മുടി എന്ത് ചെയ്യും? വല്ലാതെ പിന്നിപ്പിച്ച് നമ്മളെ ഉപദ്രവിക്കും. ബന്ധുസ്വന്തം മിത്രാദികളാ നല്ല മനസ്സോടെ ചോദിക്കുന്നതാ. പാവം പക്ഷേ ഈ പെങ്കൊച്ചിൻ്റെ ചങ്ക് കീറി പോവുകയാണ്. ആ ചെറുക്കന് വല്ലാതെ വേദനിക്കുന്നു. അവരാലോചിക്കട്ടെ, അവര് മെല്ലെ കൊണ്ട് കുഞ്ഞു വരട്ടെ. കുഞ്ഞു വരുന്നതിന് ഒരു സമയമുണ്ടല്ലോ. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളല്ലേ. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എന്ത് വരണമെന്നില്ല, കുഞ്ഞു വരണമെന്നില്ലല്ലോ എന്നൊക്കെയുള്ള ജ്ഞാനങ്ങൾ ആർക്കുണ്ടാകട്ടെ? മാതാപിതാക്കന്മാർക്കുണ്ടാകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ എൻ്റെ അമ്മയുടെ വയറൊന്ന് വലുതായി. അപ്പം വലിയ ഇങ്ങനെ അങ്കിൾ ബെണ്ണിനെ പോലെയൊക്കെയുള്ള ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. എന്ത് ചെയ്യാൻ? ആരും വയറ് കാണാതിരിക്കാൻ പാവം. ഇനി രാത്രി ഉറങ്ങുമ്പോൾ ഇപ്പം എങ്ങനെയാണ്? ഇങ്ങനെ ചരിഞ്ഞ് കിടന്നാണ് എന്ത് ചെയ്യുന്നത്? ഉറങ്ങുന്നത്. കുറച്ചു നേരം കിടന്നു കഴിയുമ്പോൾ ഈ ഭാഗമെല്ലാം എന്ത് ചെയ്യും? വേർക്കും. അപ്പം പിന്നെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞു കിടക്കണം. പെട്ടെന്ന് തിരിഞ്ഞ് കിടക്കാൻ പറ്റൂല. അത് വലിയൊരു പണിയാണ്. മെല്ലെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. എന്നിട്ട് രണ്ട് കൈ വെച്ച് വയറ് പൊക്കിയെടുത്ത് മടിയിലോട്ട് വെക്കും. എന്നിട്ട് മെല്ലെ ഇടത്തോട്ട് വയറിനെ ലാൻഡ് ചെയ്യിപ്പിക്കും. എന്നിട്ട് മെല്ലെ ചരിഞ്ഞു കിടക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരമ്മ തിരിഞ്ഞു കിടക്കുന്നതിൻ്റെ കഷ്ടപ്പാടുകൾ. അങ്ങനെയാണ് അവസാനത്തെ മാസങ്ങളിൽ ഈ കുട്ടിക്ക് ഭയങ്കര ചവിട്ടും തൊഴിയുമൊക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രസവം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ മനോഹരമായ ഒരു പരിപാടിയാണ് പ്രിയപ്പെട്ടവരെ. കാരണം എന്താണെന്നറിയാം? ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പാവം അമ്മ അനുഭവിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞെന്താ പറയുന്നത്? ഞാൻ വരൂല, ഞാൻ ഇവിടെ ഹാപ്പിയാണ്, ഇവിടെ നല്ല അന്തരീക്ഷമാണ്, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല, അമ്മയുടെ അകത്ത് തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ ഇരിക്കും. കുഞ്ഞവിടെ ഇരുന്നാൽ അമ്മയ്ക്കും കുഴപ്പം, കുഞ്ഞിനും കുഴപ്പം. അതുകൊണ്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം കൂടെ പാവ അമ്മയെ ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് 2, 3, 4 മണിക്കൂർ മരണവേദന അനുഭവിച്ചിട്ടാണ് ആര് പുറത്തോട്ട് വരുന്നത്? കുഞ്ഞ് പുറത്തോട്ട് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഉടനെ എന്താണ്? മൂക്കൊക്കെ പിഴിഞ്ഞ് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തും. കീന്നൊരു കരച്ചിലോട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഉടനെ അമ്മ പാല് കൊടുക്കും. അമ്മയുടെ പാൽ അമ്മയുടെ ചോരയാണ്. പാവം കുഞ്ഞിന് ഒരേ ഒരു നോളജേ അറിയത്തുള്ളൂ ഭൂമിയിലോട്ട് വരുമ്പം, അമ്മയുടെ പാല് കുടിക്കാൻ. അമ്മയുടെ പാല് കുടിച്ച് ആര്? നമ്മുടെ കഥയാണ് ഞാൻ പറയുന്നത്, വേറെ ആരുടെയും കഥയല്ല. നമ്മുടെ അമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന കഥകളാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് അമ്മയുടെ നെഞ്ചത്ത് നിന്ന് പാൽ ഇങ്ങനെ വലിച്ചിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വയറ് നിറച്ച് പാല് കുടിച്ചു കഴിയുമ്പം എന്ത്?
നല്ല ഒന്നാന്തരം ഒരു ഏമ്പക്കം. ഉടനെ അമ്മയുടെ അടുത്ത് പോയി നിദ്ര പ്രാപിച്ചങ്ങ് എന്ത് ചെയ്യും? ഉറങ്ങും. അരമണിക്കൂർ കഴിയുമ്പം കുടിച്ച പാലങ്ങ് എന്ത് ചെയ്യും? പെടുക്കും. അടുത്ത കീ എന്നുള്ള കരച്ചിൽ, വീണ്ടും പാല് കുടി. വയറ് നിറച്ച് കുടിക്കുന്നു, ഉറങ്ങുന്നു. അല്പസമയം കഴിയുമ്പോൾ കുടിച്ച പാല് പെടുക്കും, ചാടി എഴുന്നേക്കും, വീണ്ടും കീന്ന് കരയുന്നു, ഉടനെ പാല് കുടിക്കുന്നു. ഇതാണ് കലാപരിപാടി. 2-3 പ്രാവശ്യം പാല് കുടിച്ച് കഴിയുമ്പോൾ കുടിച്ച പാലെല്ലാം കൂടെ എന്ത് ചെയ്യും? പുറയിലോട്ട് പോകും. എന്താണ് പുറയിലോട്ട് പോകുന്നത്? കുടിച്ചത് പാലാണെങ്കിലും ദോഷം പറയരുതല്ലോ, ഭയങ്കര ദുർഗന്ധമാണ്. പാവ അമ്മ പ്രസവിച്ചതേ ഉള്ളൂ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെയാണ്. എങ്കിലും മെല്ലെ എഴുന്നേറ്റ് വന്ന് എന്താണ്, കൊച്ചിൻ്റെ ബാക്കെല്ലാം കഴുകി വൃത്തിയാക്കും. വീണ്ടും 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 പെടുത്ത തുണികളെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യും? കഴുകി വൃത്തിയാക്കും. എത്ര നാൾ ഇങ്ങനെ? ഒരു 5 മാസം 6 മാസം വെട്ടിയിട്ട വാഴ പോലെ കട്ടിലേൽ ഇങ്ങനെ കിടക്കുവാണ്. കീന്ന് കരയാൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അറിയത്തുള്ളൂ. പിന്നെ ഷൂന്ന് എന്ത് ചെയ്യാൻ അറിയാം? പെടുക്കാൻ അറിയാം. കീന്ന് കരയാനും ഷൂന്ന് പെടുക്കാനും മാത്രമേ അറിയത്തുള്ളൂ പാവത്തിന്. ഉറങ്ങിക്കൊള്ളൂ 5-6 മാസം. അത് കഴിഞ്ഞ് പ്ലിക്കോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? കമിഴ്ന്ന് വീഴും. കമിഴ്ന്ന് വീണ് കഴിഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു മൂർഖം പാമ്പിനെ പോലെ തലയ്ക്ക് എങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരു ശാസ്ത്രജ്ഞനെ പോലെ എല്ലാം ഗവേഷണം നടത്തും. എന്ത് നോക്കിയാലും എടുത്തിങ്ങനെ സൂക്ഷിച്ച് നോക്കും. എന്ത് കിട്ടിയാലും എടുത്ത് വായി വയ്ക്കും. ഒരു ചത്ത പാറ്റ കിടന്നാലും എടുത്ത് നോക്കും. വായിക്കകത്തൊക്കെ ഇട്ട് നോക്കും, തുപ്പും. ഇതൊക്കെയാണ് കൊച്ചിൻ്റെ കലാപരിപാടികൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ എന്താണ്, ചില കള്ളന്മാരുണ്ട് എന്ത് ചെയ്യും? പെടുക്കും, അതിലടിച്ച് കളിക്കും. അതിലെ പ്ലിക്കോ പ്ലിക്കോ എന്നുള്ള ആ ശബ്ദം എന്താണ്? ഭയങ്കര ഇഷ്ടമാണ്. അവസാനം അമ്മ എന്ത് ചെയ്യും? അമ്മ ഇങ്ങനെ ഓടി വന്ന് വീട്ടിനകത്തോട്ട് നോക്കിയപ്പം വീട് ഏകദേശം എന്തായി? ഒരു പുഴയായി മാറിയിരിക്കുന്നു. ഏത് പുഴ? ഏത് പുഴ? ആർക്കും അറിയില്ല. നിങ്ങളൊക്കെ ഈ പുഴ ഉണ്ടാക്കിയിട്ടുണ്ട്. വീടൊരു മലമ്പുഴയായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ അമ്മ എന്ത് ചെയ്യുന്നു? പൊക്കിയെടുക്കുന്നു, ബാത്റൂമിൽ കൊണ്ടുപോകുന്നു, എന്ത് ചെയ്യുന്നു? ഭയങ്കര കലാപരിപാടികളൊക്കെ ആയി പൗഡറൊക്കെ ഇട്ട് എല്ലാം മണമാക്കി കൊണ്ടുവന്ന് കിടത്തി കഴിയുമ്പം ആരെ നാറും? അമ്മയെ നാറും. കുഞ്ഞിന് നല്ല മണമായിരിക്കും. ഇത് നമ്മുടെ കഥയാണ്, ഇത് വേറെ ആരുടെ കഥയുമല്ല, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ ഈ കാല് ലൂസായ സ്റ്റൂള് പോലെ പിടിച്ച് മെല്ലെ ഇങ്ങനെ എഴുന്നേറ്റ് ആടി 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 ഇങ്ങനെ എന്ത് ചെയ്യും? നിൽക്കും. പിന്നെ അച്ഛൻ ഇങ്ങനെ വന്ന് കൈയൊക്കെ പിടിച്ച് 1-2 സ്റ്റെപ്പൊക്കെ അങ്ങോട്ട് വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യും? നടക്കും. എപ്പോഴും പുളുക്കോ എന്ന് പറഞ്ഞ് വീഴും. അമ്മ കീ എന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലാണ്. എൻ്റെ അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്നാണ് കുഞ്ഞ് നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതെല്ലാം അങ്ങ് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നിൽക്കാനൊക്കെ പഠിച്ചു. അമ്മ പല്ല് തേക്കാൻ പഠിപ്പിച്ചു, മുടി ചീകാൻ പഠിപ്പിച്ചു, ഉടുപ്പിടാനും നിക്കറിടാനും സോക്സ് ഇടാനും ഒക്കെ പഠിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ക്ലാസ് 2ാം ക്ലാസ്സായി, 3ാം ക്ലാസ്സായി, 4ാം ക്ലാസ്സായി, 5ാം ക്ലാസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അമ്മയടുത്ത് പറയും, ഈ അമ്മയ്ക്കൊന്നും എന്ത് ചെയ്യില്ല, അറിയില്ല. ഈ അമ്മ എന്തിനും മണ്ടി, അമ്മയ്ക്കൊന്നും എന്ത് ചെയ്യില്ല, അറിയില്ല. A+B² പോലും അമ്മയ്ക്ക് അറിയില്ലേ? കഷ്ടം. അമ്മയുടെ അടുത്ത് ഭയങ്കര പുച്ഛമൊക്കെ തുടങ്ങും പിള്ളേർക്ക്. എന്നിട്ട് മോനെ പോയിരുന്ന പടി എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഓ, ഈ പടി 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 എന്നുള്ള വാക്ക് മാത്രമേ എൻ്റെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ, വേറെ പണിയൊന്നുമില്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പണ്ടിങ്ങനെ ഈ യൂറിനൊക്കെ പാസ് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചു കിടന്ന സമയത്ത് അമ്മ എന്ന് പറഞ്ഞ് നിലവിളിച്ച കഥാപാത്രം ഇപ്പം എന്താ പറയുന്നത്? അമ്മയുടെ പണി നോക്ക്, എനിക്ക് എൻ്റെ കാര്യം നോക്കാനറിയാം. നമ്മൾ അമ്മയുടെ മുഖത്ത് നോക്കി എന്ത് ചെയ്യും? കണ്ണു വില്ല് പോലെ വളച്ച് സംസാരിക്കും, വിരൽ ചൂണ്ടി സംസാരിക്കും, പിണങ്ങി മുറിയിൽ കയറിപ്പോയി കിടക്കും. അമ്മയ്ക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യും. അമ്മ TV ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ ഓഫ് ചെയ്യില്ല. അമ്മയ്ക്കറിയാത്ത രഹസ്യങ്ങൾ എന്ത് ചെയ്യും? സൂക്ഷിക്കും. പിണങ്ങും, ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് മുറിയിൽ പോയി കിടക്കും. എൻ്റെ അമ്മ വിശക്കുന്ന, വല്ലാതെ വിശക്കുന്ന, അമ്മയൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുവാണ്. ആര് തന്നെ തോക്കും? അമ്മ തന്നെ തോക്കും. മോനെ വാടാ പ്ലീസ്, അമ്മ തോറ്റു, മോൻ എൻ്റെ അടുത്തൊന്ന് ക്ഷമിക്കും, സ്നേഹം കൊണ്ടല്ലേ, വാ വന്ന് കഴി, ആശ്വാസം എന്ന മനസ്സിൽ പറയും. എന്നിട്ട് പറയും, എൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇനിയും എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട ഞാൻ ഇനിയും പിണങ്ങിയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മെല്ലെ വന്ന് എന്ത് ചെയ്യും? കഴിക്കും. മലയാളത്തിൽ ഏറ്റവും മനോഹരമായ കവിതകളിലൊന്നാണ് ONV കുറുപ്പിൻ്റെ അമ്മ എന്ന് പറയുന്ന കവിത. 9 പേരവർ കൽപ്പണിക്കാർ, ഒരമ്മ പെറ്റവരായിരുന്നു, 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. 9 കൽപ്പണിക്കാർ, അവർക്ക് 9 ഭാര്യമാർ. ഓക്കെ, അവരിങ്ങനെ മതിൽ പണിയുന്നവരാണ് കേട്ടോ. പക്ഷെ അവർ മതിൽ പണിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല? മതിൽ ഉറയ്ക്കുന്നില്ല. അതുകൊണ്ട് ഈ സഹോദരൻ
സഹോദരന്മാരെല്ലാവരും കൂടെ മതിൽ പണിഞ്ഞുകൊണ്ടിരുന്നപ്പം അവർ പറഞ്ഞു, ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നെത്തിടുന്നവൾ ആരുമാട്ടെ, അവളെയും കൊണ്ടി മതിൽ പടുക്കാം, അവളി പണിക്കാർ തൻ മാനം കാക്കും. അപ്പോൾ ആരോ ഒരു അന്ധവിശ്വാസി അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന് വരുന്ന നിങ്ങളുടെ 9 ഭാര്യമാരില്ലേ, അതിൽ ഒരാളെ ബലി കഴിച്ചാൽ മതിൽ എന്ത് ചെയ്യും? ഉറയ്ക്കും എന്നാരോ പറഞ്ഞു. പാവം പഴയ കാലമാണ്, അവരത് വിശ്വസിച്ചു. അപ്പം മൂത്ത ജ്യേഷ്ഠൻ പറയുകയാണ്, ഇന്നുച്ച നേരത്ത് കഞ്ഞിയുമായി ആരാണോ വരുന്നത് ആ സ്ത്രീയെ എന്ത് ചെയ്യാം? ബലി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്മശാന മൂകത, ആരാണ് വരുന്നത് എന്നെല്ലാവരുടെയും നെഞ്ചിങ്ങനെ ഇടനെഞ്ച് പിടച്ചുകൊണ്ടിരുന്നപ്പോൾ ആരുടെ ഭാര്യ തന്നെ വന്നു? മൂത്ത സഹോദരൻ്റെ ഭാര്യ തന്നെ വന്നു. ആ യുവതിയുടെ ഒരു കൈയിൽ കുഞ്ഞാണ്, മറുകൈയിൽ കഞ്ഞിയുമായിട്ടാണ് വന്നത്. വലിയ വേദനയോടെ സങ്കടത്തോടു കൂടെ ആ യുവതിയോട് ഇങ്ങനെ പറഞ്ഞപ്പം കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറുകൈയിൽ ഇവർക്ക് കഞ്ഞിയുമായിട്ട് വന്ന ആ സ്ത്രീയോട് ഇങ്ങനെ, ഞങ്ങളൊരു നേർച്ച നേർന്നു പോയി, നിന്നെ ബലി കഴിക്കാൻ വേണ്ടി പോവുകയാണ്, കൊല്ലാൻ വേണ്ടി പോവുകയാണ്, നിന്നെയും കൂടെ മതിലിൽ വെച്ച് പണിയാൻ വേണ്ടി പോവുകയാണ്, നീ മരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പം ആ സ്ത്രീ പറഞ്ഞു, സമ്മതം. പക്ഷേ കെട്ടിമറയ്ക്കല്ലൻ പാതി നെഞ്ചം, കെട്ടിമറയ്ക്കല്ലേ എൻ്റെ കയ്യും. നമ്മുടെ അമ്മ, എൻ്റെ അമ്മ പറയുകയാണ്, കൊച്ചു കുഞ്ഞിനെ പറ്റി, എന്നെ പറ്റി പറയുകയാണ്, കെട്ടിമറയ്ക്കല്ലൻ പാതി നെഞ്ചം, കെട്ടിമറയ്ക്കല്ലേ എൻ്റെ കയ്യും. എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ, ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. എൻ്റെ അമ്മ കയ്യിലിരിക്കുന്ന കൊച്ചു കുഞ്ഞായ എന്നെ നോക്കി അച്ഛനോട് പറയുകയാണ്, എന്നെ കൊന്നോളൂ, എന്നെ ബലി കഴിച്ചോളൂ, എന്നെ വെച്ച് മതിലിൽ പണിഞ്ഞോളൂ, പക്ഷേ എൻ്റെ കൈയും നെഞ്ചും പുറത്തേക്കിരിക്കണം. എൻ്റെ കുഞ്ഞ് കരയുമ്പം ഈ കൈ കൊണ്ടുവന്ന് വെക്കണം. എൻ്റെ നെഞ്ചത്തോട്ട് കിടന്ന് അവൻ്റെ കണ്ണീരെന്ത് ചെയ്യട്ടെ? ഇല്ലാതാകട്ടെ. ഇതാണ് അമ്മ. എന്നമ്മ പൊന്നമ്മ, പാല് തരും അമ്മ, നല്ലമ്മ, പാരിതിൽ കാണപ്പെടുന്ന ദൈവമമ്മ. സ്നേഹം തന്നെയാണമ്മ, സ്നേഹം തന്നെയാണമ്മ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്കൊരു ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓടി വരും, നമ്മുടെ കൂടെ ഇരിക്കും, ഹാഫ് ആൻ അവർ ഇരിക്കും. എന്നിട്ട് അവർ തിരിച്ചു പോകുന്ന വഴിക്ക് അവരൊരു സിനിമ പോസ്റ്റർ കണ്ടാൽ നോക്കും. പോകുന്ന വഴിക്ക് ആരെങ്കിലും നല്ല ഒരു ജോക്ക് പറഞ്ഞാൽ ചിരിക്കും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നല്ല ചിക്കൻ 65 നല്ല ബിരിയാണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തിന്നും. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ആശുപത്രിയിൽ ഇങ്ങനെ കൂട്ടിരിക്കും. നമ്മുടെ കാലൊടിഞ്ഞെങ്കിൽ അമ്മയുടെ മനസ്സാണ് എന്ത് ചെയ്തത്? പൊട്ടിപ്പോയത്. അമ്മ എന്തോ ഒരു തമാശ കേട്ടാൽ അമ്മയ്ക്ക് എന്ത് വരില്ല? ചിരി വരില്ല. അമ്മ അറിയാതെ കൗതുകകരമായ കാഴ്ചകൾക്ക് നേരെ കണ്ണ് അമ്മ എന്ത് ചെയ്യില്ല? തുറക്കില്ല. പ്രിയപ്പെട്ട അമ്മ, ഈ അമ്മ നല്ല ചിക്കൻ ഫ്രൈയും ചിക്കൻ 65 ചിക്കൻ 65 ചിക്കൻ ബിരിയാണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്തോ പറയും? എനിക്ക് ചിക്കൻ 65 വേണ്ട, ബിരിയാണിയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് വിശപ്പില്ല, എൻ്റെ കുഞ്ഞിൻ്റെ കാലൊന്നും എന്ത് ചെയ്യണം? സുഖമാകണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞുപോയ ഒരു സംഭവം ഞാൻ നിങ്ങളടുത്ത് പറയാൻ കേട്ടോ. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളഞ്ഞ കാല്. അപ്പം കൊച്ചു കുഞ്ഞാ കേട്ടോ, പിഞ്ചു കുഞ്ഞ്. നിങ്ങളെ ആ കുഞ്ഞായിട്ട് സങ്കല്പിക്കണം കേട്ടോ, പിഞ്ചു കുഞ്ഞാ, കൊച്ചു കുഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് ഫിസിയോതെറാപ്പി തിരുമലൊക്കെ ചെയ്ത് ചെറുതായിട്ട് ഈ കാലൊന്ന് എന്ത് ചെയ്യാം? നൂത്തെടുക്കാം. അപ്പോൾ എങ്ങനെ അത് ചെയ്തതെന്നറിയാമോ? നടന്ന സംഭവമാണേ. ഈ കൊച്ചിൻ്റെ കാല് ചെറുതായിട്ടൊന്ന് നൂക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അങ്ങനെ മുറുക്കി പിടിച്ച് അങ്ങ് എന്തിട്ടു? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ടു. കുഞ്ഞങ്ങ് ഭയങ്കരമായിട്ട് നിലവിളിക്കുക. കാരണം കാല് പിടിച്ച് ഇച്ചിരി നൂത്തിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് അങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ്. ഭയങ്കര നിലവിളി. അപ്പോൾ ഈ കൊച്ചിൻ്റെ അപ്പനാണ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞത്. കൊച്ചിങ്ങനെ കിടന്ന് നിലവിളിക്കുമ്പം ഈ ഭിത്തിയുടെ ഇപ്പുറത്ത് ആ കൊച്ചിനോട് ഇങ്ങനെ ചേർന്നിങ്ങനെ ഇരുന്ന് ഈ അപ്പൻ ഇങ്ങനെ പറയുമായിരുന്നു, ദൈവമേ, ഈ വേദന നീ എനിക്കിഞ്ഞ് താ.
എൻ്റെ കുഞ്ഞിൻ്റെ വേദന നീ എനിക്കിഞ്ഞ് താ. ഇങ്ങനെയാണ് ആ അപ്പൻ എന്ത് ചെയ്തത് പറഞ്ഞത്. പറയുമ്പോൾ പുള്ളി കരയുന്നുണ്ട് കേട്ടോ, എൻ്റെ അടുത്ത് ഈ കഥ പറയുമ്പോൾ. എന്നിട്ട് കൊച്ചിൻ്റെ കാല് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ അത്രയും എന്ത് ചെയ്തു, നൂന്നു. അടുത്ത പരിപാടി എന്ത്, പിന്നെയും മുറുക്കെ പിടിച്ച് അല്പം കൂടെ എന്ത് ചെയ്തു, നൂത്തു. അങ്ങനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ക്രമേണ കൊച്ചിൻ്റെ കാലെന്ത് ചെയ്തെടുത്തു, നൂത്തെടുത്തു. കണ്ണീരിൻ്റെ കുറേ ദിവസങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ പഠിക്കാതിരിക്കുമ്പം, ഒരു പക്ഷേ നമ്മളെ വായിൽ ശംഭു വയ്ക്കുമ്പം, അല്ലെ കൂട്ടുകാരുടെ കൂടെ പോയി ബിയർ കുടിക്കുമ്പം, അല്ലെ രാത്രിയിൽ നമ്മൾ ഒരു പോണോഗ്രാഫിക് വീഡിയോ ഒക്കെ കാണുവാണെങ്കിലുണ്ടല്ലോ, പാവം നമ്മുടെ അച്ഛനും അമ്മയ്ക്കുമാണെന്ത് നൊമ്പരം. നമ്മുടെ അച്ഛനും അമ്മയ്ക്കുമാണ് നൊമ്പരം. വഴിവിട്ട കൂട്ടുകളിലൊന്നും വീണു പോകാതെ നിങ്ങളുടെ സ്വഭാവം നിർമ്മലമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അച്ഛനും അമ്മയ്ക്കും 2 സമ്മാനം. നമ്മൾ നല്ല കുഞ്ഞുങ്ങളാണ് എന്ന് കേൾപ്പിക്കണം, മാത്രമല്ല നല്ല റിസൾട്ട് കൊടുക്കണം. ഞാൻ തയ്യാർ എന്ന് തീരുമാനമെടുക്കുന്നവർ മാത്രം ഒന്ന് കൈ ഉയർത്തൊന്ന് കാണട്ടെ. വെരി ഗുഡ്. ഓൾമോസ്റ്റ് എവരി വൺ, എല്ലാവരും. നിങ്ങൾക്ക് നല്ലത് വരും. അച്ഛനും അമ്മയ്ക്കും വലിയ 2 സമ്മാനങ്ങൾ കൊടുക്കണം. നമ്മളെപ്പറ്റി നല്ലത് കേൾപ്പിക്കണം, നല്ല റിസൾട്ട് വാങ്ങിച്ച് കൊടുക്കണം. ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ മക്കളെ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര താല്പര്യത്തോടു കൂടെയാണ് ബസ്സിൽ കയറ്റി വിടുന്നത്. വലിയ സമ്പന്നരായ ആളുകളൊന്നുമല്ല, സാധുക്കളായ മനുഷ്യർ. കാരണം അവരൊത്തിരി കഷ്ടപ്പെടുകയാണ്. ഓട്ടോ ഓടിച്ചും തട്ടുകടയിൽ ജോലി ചെയ്തും റോഡിൽ പണി ചെയ്തും ഒക്കെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ കിടന്ന് എന്ത് ചെയ്യരുത്, കഷ്ടപ്പെടരുത്. അവൻ എന്ത് ചെയ്യണം, ഒരു നല്ല ജോലിയിലെത്തണം. അവൻ ഉയർന്ന് പറക്കണം. അതിന് ഞാൻ എത്ര വേണേലും മുണ്ട് മുറുക്കി ഉടുക്കാം എന്ന് പറയുന്ന നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നനയരുത്. അച്ഛനും അമ്മയും നമുക്ക് തന്നത് സ്നേഹമല്ല, അവരുടെ ജീവനാണ്, അവരുടെ സ്വപ്നങ്ങളാണ്. അമ്മ തന്ന വെളുത്ത പാലുണ്ടല്ലോ, അത് വെളുത്ത ചോരയാണ്. അമ്മയുടെ ചോര തന്നെയാണ് അമ്മയുടെ പാല്. അമ്മയുടെ കണ്ണ് നനയിക്കരുത്. ഇതൊക്കെ കേട്ടപ്പം കണ്ണ് നനഞ്ഞു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്ത്. കണ്ണ് ചെറുതായിട്ടെങ്കിലും നനഞ്ഞവരെ വലുതായിട്ട് കൈ ഉയർത്തണം. അത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ സ്നേഹം ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. ഒത്തിരി പേര് മനസ്സിലൊരു നൊമ്പരം വന്നവരും കൂടെ കൈ ഉയർത്ത്. മനസ്സിലൊരു നൊമ്പരം വന്നു, കണ്ണൊന്നും നനഞ്ഞില്ല, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കണം എന്നൊരു തീരുമാനം വന്നവർ നല്ലപോലെ ഒന്ന് കൈ ഉയർത്ത്. ഓൾമോസ്റ്റ് എവരി വൺ. താങ്ക് യു. അതാണ് ഈ ഇത്തിരി കൊന്നപ്പൂവും ഗ്രാമത്തിൻ നന്മയും എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ നന്മയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഒരമ്മയുടെയും കണ്ണ് നനയാൻ ഇടയാവരുത്. നമ്മുടെ അമ്മമാരുടെ കണ്ണ് നനയാൻ ഇടയാവരുത്. നമ്മുടെ അച്ഛൻ്റെ കണ്ണ് നനയാൻ ഇടയാവരുത്. കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് ഒരു പക്ഷേ അമ്മയോട് ആയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അമ്മയെപ്പറ്റി പറഞ്ഞത്. ഇതുപോലെ തന്നെ അച്ഛനും. പാവം ഒരച്ഛനും അമ്മയും ഉണ്ടല്ലോ, ഒരു മെഴുകുതിരി പോലെ കത്തിത്തീരുകയാണ്. അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ 2 സമ്മാനങ്ങൾ കൊടുക്കണം. എല്ലാവരും നിങ്ങളെപ്പറ്റി പറയണം, നല്ല കുഞ്ഞാ, നല്ല മോനാ, എൻ്റെ സാരി ഇത്തിരി മാറിക്കിടന്നാലും അവൻ എൻ്റെ കണ്ണിലേ നോക്കൂ എന്ന് ടീച്ചറ് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും നമ്മളെപ്പറ്റി പറയണം. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞാലേ ഒരിക്കലും നോ പറയത്തില്ല. നിങ്ങളുടെ മോളുണ്ടല്ലോ, നല്ല കുഞ്ഞാ, ഉടനെ ചെയ്യും. എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഉണ്ടല്ലോ, ഭംഗിയായിട്ടേ ചെയ്യൂ എന്നൊക്കെ നമ്മളെപ്പറ്റി നമ്മുടെ അച്ഛനും അമ്മയും കേൾക്കണം. നമ്മുടെ ടീച്ചർമാർ പറയണം, ഫസ്റ്റ് ആകുന്നതല്ല ബെസ്റ്റ് ആകുന്നതാണ് പ്രധാനം, ഒന്നാമനാകുന്നതല്ല നന്നാവുന്നതാണ് പ്രധാനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നനയിക്കരുത്. വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ വലത്തെ സൈഡിൽ ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കൺ അമർത്തുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഓൺ ആവുകയും എൻ്റെ അടുത്ത വീഡിയോ കൃത്യമായി താങ്കളെ തേടിയെത്തുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.